നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സസ്യ സംരക്ഷണവും കർഷകരുടെ അവകാശങ്ങളും ബോധവൽക്കരണ സെമിനാർ ആലപ്പുഴയിൽ. വളർത്തുപക്ഷി ശാസ്ത്ര കോളേജ് തിരുവാഴാംകുന്നിൽ. അലങ്കാര മത്സ്യം വളർത്തലിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സസ്യ ഇനങ്ങളുടെയും കൃഷിക്കാരന്റെയും സസ്യപ്രജനനം നടത്തുന്നവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതിനുമുള്ള നിയമമാണ് സസ്യ ഇനങ്ങളുടെ സംരക്ഷണവും കർഷകരുടെ അവകാശങ്ങളും ആക്ട് 2001. ഈ നിയമപ്രകാരം കർഷകർക്കും കർഷക സമൂഹത്തിനും അവർ വികസിപ്പിച്ചെടുത്തതോ പരിണമിപ്പിച്ചെടുത്തതോ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നതോ ആയ നാടൻ ഇനങ്ങൾ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കാൻ കഴിയും. ഭൗതിക സ്വത്തവകാശ പ്രകാരം സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യ ഇനങ്ങളുടെയും അവയുടെ വന്യബന്ധുക്കളുടെയും ജനിതക വിഭവങ്ങൾ സംരക്ഷിക്കുന്ന കർഷകർ അംഗീകരിക്കപ്പെടുന്നതിനും പാരിതോഷികം ലഭിക്കുന്നതിനും അർഹരാണ്. കേന്ദ്ര ഗവൺമെന്റ് രജിസ്ട്രേഷനു വേണ്ടി 57 സസ്യവർഗ്ഗങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. നെല്ല്, തെങ്ങ്, വാഴ, പപ്പായ, മാങ്ങ, കരിമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, സൂര്യകാന്തി, ആവണക്ക്, എള്ള്, നിലക്കടല, ശവംനാറി, ബ്രഹ്മി, പുതിന, ഏലം, റോസ്, ജമന്തി, പയർ, വഴുതന, തക്കാളി, വെണ്ട, മത്തൻ, വെള്ളരി, പാവൽ, ചുരയ്ക്ക, കൈതച്ചക്ക എന്നിവ ഇവയിൽപ്പെടും. കർഷകരെ പ്രസ്തുത നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും അവരുടെ ഇനങ്ങളെ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം ഫെബ്രുവരി 7 അമ്പലപ്പുഴ ശ്രീമൂലം ടൗൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ തൽപരരായ കർഷകർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: കൃഷി വിജ്ഞാന കേന്ദ്രം, ആലപ്പുഴ, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം, പ്രാദേശിക കേന്ദ്രം കൃഷ്ണപുരം, കായംകുളം 690533. ഫോൺ 047924499268. ഇമെയിൽ kvkalapuzha@gmail.com. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹരിതഗൃഹ കൃഷിയിൽ 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഫെബ്രുവരി 12, 13, 14 തീയതികളിലാണ് പരിശീലനം. ഹരിതഗൃഹ കൃഷിയെക്കുറിച്ചും ഹരിതഗൃഹ നിർമ്മാണം, ഹരിതഗൃഹത്തിന്റെ സൂക്ഷ്മ ജലസേചനം, ഫെർട്ടിഗേഷൻ, കാലാവസ്ഥാ ക്രമീകരണം, മണ്ണു പരിപാലനം, വിവിധ വിളകളുടെ പരിപാലനം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൂടാതെ വിവിധ ഹരിതഗൃഹ യൂണിറ്റ് സന്ദർശനവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7025498850. കേരള വെറ്ററിനറി സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം തിരുവാഴാംകുന്ന് ക്യാമ്പസിൽ വളർത്തുപക്ഷി ശാസ്ത്ര കോളേജ് ആരംഭിക്കുന്നു. ആധുനിക രീതിയിലുള്ള വളർത്തുപക്ഷി സങ്കേതങ്ങളുടെ സിലബസുകൾ ഉൾപ്പെടെ വളർത്തുപക്ഷി മേഖലയിൽ വിപുലമായ ഗവേഷണവും വികസനവും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതോടൊപ്പം ഉന്നത നിലവാരത്തിലുള്ള കാടവളർത്തൽ കേന്ദ്രവും ഇറച്ചിക്കോഴി പരിപാലന കേന്ദ്രവും ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 9495333400. വ്യത്യസ്ത ഏജൻസികൾ മുഖേന കർഷകർക്ക് വിതരണം ചെയ്യുന്ന രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഗുണമേന്മ പരിശോധിക്കാൻ കൃഷിവകുപ്പ് നടപടികൾ ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പിയിലും തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്തുള്ള രാസവള പരിശോധനശാലകളിൽ ഇതിനായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാസവളങ്ങൾ കൂടാതെ സൂക്ഷ്മമൂലകങ്ങളുടെ പരിശോധനയും ഈ ലാബിൽ നടത്തും. രാസവള പരിശോധനയ്ക്ക് സാമ്പിൾ ഒന്നിന് 100 രൂപയും കീടനാശിനി പരിശോധനയ്ക്ക് 250 രൂപയുമാണ് ഈടാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിവകുപ്പിന്റെ ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ: തിരുവനന്തപുരം 0466253058, പട്ടാമ്പി 046622122048. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാരി മത്സ്യ വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 19, 20, 21 തീയതികളിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8150644301. മറ്റൊരു നമ്പർ 9645420575. മറ്റൊരു നമ്പർ 8086405476. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,900 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 13,900 രൂപ. കൊപ്ര കൊച്ചി 9,325 രൂപ, കോഴിക്കോട് 10,000 രൂപ, തൃശൂർ 9,390 രൂപ.
കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ചുക്ക് ബെസ്റ്റ് 21,000 രൂപ. മഞ്ഞൾ സേലം 7,800 രൂപ, ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 22,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 10,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 23.3. കൊച്ചി 32.4, 25.6. ആലപ്പുഴ 33.3, 25.2. പുനലൂർ 34.5, 24.5. തിരുവനന്തപുരം 34.7, 25.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.